മുഖ്യമന്ത്രി കാണാൻ പോയിരിക്കുന്ന നിക്ഷേപകൻ ആരാണ് എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് മാത്രം അറിയാവുന്നൊരു രഹസ്യമാണ്. നിക്ഷേപകരെ പോയി കാണുന്നത് കൊണ്ട് വലിയ തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ നിക്ഷേപകരുടെ പേര് വെളിപ്പെടുത്താതെ വരുമ്പോഴത്തേക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ മുഖ്യമന്ത്രി ഓഡിറ്റ് ചെയ്യപ്പെടും. ആ മേഴ്സിക്കുട്ടിയമ്മ അവിടെ കുണ്ടറയിൽ തോറ്റുപോകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ ഷിജു വർഗീസ് എന്ന് പറയുന്ന വ്യവസായിയാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ചിട്ട് അയാളൊരു ബിഗ് സീറോ ആയിരുന്നു. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് KKR ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒരു മൾട്ടിനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പാണ് KKR എന്ന് പറയുന്നത്. അതുപോലെയുള്ള ഒരുപാട് ആളുകളുണ്ട്. പിന്നെ അദാനി, അംബാനി, ടാറ്റ, ജിന്ദാൾ, അങ്ങനത്തെ ഒരുപാട് കോർപ്പറേറ്റ് കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് തന്നെ ഉണ്ട്. അപ്പോൾ ഇവരിൽ ആരെങ്കിലും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ അവർ ആ പ്രോപ്പർ ചാനലിൽ വരുത്തും. ഒരുപാട് ആളുകൾ കോട്ടിട്ട് നിക്ഷേപകരുടെ വേഷം നടിച്ച് ഈ നാട്ടിൽ കൂടെ നടക്കുന്നുണ്ട്. അവരൊക്കെ വിചാരിച്ചാൽ ഒരു 10 രൂപയുടെ പോലും നിക്ഷേപം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കത്തില്ല. നമസ്കാരം. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഹെലികോപ്റ്റർ യാത്രയാണല്ലോ ഇപ്പോൾ ചർച്ചാ വിഷയം. എല്ലാവരും ആ ഹെലികോപ്റ്ററിന് പിന്നാലെയാണ്. അതിൻ്റെ കണക്കുകൾ, അതിൻ്റെ വാടക, കരാറ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരുവിധ ആൾക്കാർ പിന്നാലെ പോകുന്നത്. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനമായൊരു ചോദ്യം, ഈ ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രി കാണാൻ പോയത് ആരെയാണ് എന്നതാണ്. അത് ആദ്യത്തെ ദിവസം അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സൗമ്യമായി കാര്യങ്ങൾ കൺവിൻസ് ചെയ്യിപ്പിച്ചു. പക്ഷേ രണ്ടാമത്തെ ദിവസം ഇതേ ചോദ്യം വന്നപ്പോൾ, കാണാൻ പോയത് ആരെയാണ് എന്ന് വന്നപ്പോൾ കുറച്ച് ശോഭിച്ചിട്ടാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. ചിലരെയൊക്കെ അങ്ങോട്ട് പോയി കാണേണ്ടി വരും, ചിലരിങ്ങോട്ട് വരും. അതൊക്കെ കാണാൻ പോകുന്ന ആൾക്കാരുടെ വലിപ്പം ചെറുപ്പമൊക്കെ അനുസരിച്ചിരിക്കും എന്നാണ് മുഖ്യമന്ത്രി പൊതുവായിട്ട് പറഞ്ഞു വെച്ചത്. പക്ഷേ ഈ ഹെലികോപ്റ്ററിൽ പോയി കാണാൻ മാത്രം വലിയ നിക്ഷേപകരായിരുന്നോ അത് എന്ന് ജനങ്ങൾക്ക് അറിയാൻ ഒരു ആഗ്രഹം കാണുമല്ലോ. ആരെയായിരിക്കും മുഖ്യമന്ത്രി കാണാൻ പോയത്? മുഖ്യമന്ത്രി കാണാൻ പോയിരിക്കുന്ന നിക്ഷേപകൻ ആരാണ് എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് മാത്രം അറിയാവുന്നൊരു രഹസ്യമാണ്. നിക്ഷേപകരെ പോയി കാണുന്നത് കൊണ്ട് വലിയ തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ നിക്ഷേപകരുടെ പേര് വെളിപ്പെടുത്താതെ വരുമ്പോഴത്തേക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ മുഖ്യമന്ത്രി ഓഡിറ്റ് ചെയ്യപ്പെടും. കാരണം അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. വേറൊരു വി ഡി സതീശൻ മാത്രമാണ് അങ്ങനെ ഒരു ഹെലികോപ്റ്റർ എടുത്ത് പോയിരുന്നത്, ഒരു നിക്ഷേപകനെ കണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ആരും ചോദ്യം ചെയ്യത്തില്ല. അത് അദ്ദേഹത്തിൻ്റെ ഫ്രീഡമാണ്. എന്നാൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്റർ എടുത്ത് കൊച്ചിയിൽ വന്ന് കണ്ട നിക്ഷേപകൻ ആരാണ് എന്നറിയാനുള്ള അവകാശം കേരളത്തിലെ ഓരോ പൗരനുമുണ്ട്. നമ്മൾ കൂടുതലായിട്ടൊന്നും ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിൽ വിമർശിച്ചിട്ട് കാര്യമില്ല. കാരണം കഴിഞ്ഞു പോയൊരു കാര്യമാണ്. ആ ഏത് നിക്ഷേപകനെയാണ് അദ്ദേഹം കണ്ടത് എന്നുള്ളത് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ. പക്ഷേ ചില ഉദാഹരണങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്. കാരണം വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ ഒരു അബദ്ധത്തിൽ പോയി ചാടിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ നാണക്കേടും മലയാളികളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും കൂടിയിട്ടാണ്. നമ്മൾ ചില കാര്യങ്ങൾ പറയാം. അതായത് വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിലെ ഒരു പ്രമുഖ സംവിധായകൻ, അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ഉണ്ട്. ആ ഡ്രീം പ്രൊജക്റ്റ് ആയിട്ടുള്ളൊരു മൂവിയാണത്. അതിന് ഏകദേശം 700 കോടിയോളം രൂപ അല്ലെങ്കിൽ 800 കോടിയോളം രൂപ അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ 800 കോടി ഉണ്ടെങ്കിൽ മാത്രമേ ആ സിനിമ എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണത്. അപ്പോൾ ആ ചിത്രത്തിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ നിന്നൊരു നിക്ഷേപകൻ എത്തുന്നു. വളരെ വലിയ രീതിയിൽ അദ്ദേഹത്തെ എല്ലാവരും കൂടി സ്വീകരിച്ചതിന് ശേഷം ഇദ്ദേഹം കഥ പറയുന്നു, അതിൻ്റെ സ്കോപ്പ് പറയുന്നു, അതുവഴി ഉണ്ടാകാൻ പോകുന്ന വരുമാനത്തെക്കുറിച്ച് പറയുന്നു, അതുവഴി അദ്ദേഹത്തിന് ഉണ്ടാകാൻ പോകുന്ന ഒരു പബ്ലിക് ക്രെഡിബിലിറ്റിയെക്കുറിച്ച് പറയുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തെ കാണാനായിട്ടൊരു അജാനുഭവമാണ്. കാരണം എന്താ വെച്ചാൽ 6-7 അടി പൊക്കമുണ്ട്, തലയൊക്കെ മുട്ടയടിച്ച് ഒരു കോടീശ്വര വേഷത്തിൽ നിൽക്കുന്ന ഒരു കക്ഷി, ഡൽഹിയിലെ വലിയ ഡയമണ്ട് വ്യാപാരിയാണ് എന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ അവകാശവാദം. അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സംവിധായകനോട് ഇദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 800 കോടിയല്ലേ ആവശ്യമുള്ളത്, ഞാനിതാ നിങ്ങൾക്ക് 1000 കോടി രൂപ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിക്ഷേപിക്കുന്നു. ഇതോടുകൂടി ഈ സംവിധായകൻ ബ്ലണ്ടറായി പോകുന്നു. ഈ സംവിധായകൻ അപ്പോൾ തന്നെ അവിടെ വെച്ചിട്ട് 2 കോടിയുടെയാണോ 50 ലക്ഷത്തിൻ്റെ ആണോ എന്നെനിക്ക് സംശയമുണ്ട്, ഒരു ചെക്ക് കൊടുക്കുന്നു. ആ ചെക്ക് കൊടുത്തതിന് ശേഷം ഈ ചെക്കുമായിട്ട് ബാങ്കിലേക്ക് പോകുന്ന സമയത്തൊന്നും പാസ്സാകുന്നില്ല. 2 ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇദ്ദേഹമാണെങ്കിൽ അണിയറയിൽ വലിയ വലിയ നടന്മാരെയൊക്കെ വിളിച്ച് അവരുടെ ഡേറ്റ് ബ്ലോക്ക് ചെയ്യുന്നു. ഭയങ്കരമായിട്ട് അദ്ദേഹം ഒരു ഒരു എക്സൈറ്റിംഗ് മൂഡിലാണുള്ളത്. ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ കമ്പനിയെക്കുറിച്ച് നമ്മളൊരു ബാക്കപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയി. ഇത് ഡൽഹിയിലുണ്ടായിരുന്ന ഒരു റോൾഡ് ഗോൾഡിൻ്റെ ജുവലറിയാണത്. റോൾഡ് ഗോൾഡിൻ്റെ ജുവലറി, അതായത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ റോൾഡ് ഗോൾഡിന് ഭയങ്കരമായിട്ടുള്ള ഒരു മാർക്കറ്റുണ്ട്. അപ്പോൾ അങ്ങനെ നടത്തുന്ന ഏകദേശം വെറും 10 ലക്ഷം രൂപയുടെ പോലും സ്റ്റോക്കില്ലാത്ത ഡൽഹിയിലെ ഒരു ഷോപ്പിൻ്റെ മുതലാളി. ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ജനങ്ങളെ പറ്റിച്ചടക്കുന്ന ഒരാളാണ്. ഞാൻ ഈ പറഞ്ഞ ഈ വ്യവസായിയായിട്ട് അഭിനയിച്ചു വന്ന ആൾ. അപ്പോൾ അങ്ങനത്തെ വലിയൊരു അബദ്ധം കേരളത്തിലൊരു അബദ്ധം എന്ന് പറയാൻ പറ്റത്തില്ല, വിശ്വസിച്ച് പോകും ആരാണെങ്കിലും. കാരണം വന്ന് കാണുന്നതെല്ലാം അതുപോലുള്ള വലിയ വലിയ ആളുകളെ, അത് ഓരോ ആളുകളുടെ മുമ്പിലും അഭിനയിച്ച് ഓരോ സ്റ്റെപ്പുകൾ വഴി അവർ വഴിയായിട്ട് തന്നെയാണ് വലിയ വലിയ ആളുകളെയൊക്കെ പോയി കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ചില
വ്യാജ നിക്ഷേപകർ നമ്മുടെ രാജ്യത്തുണ്ട്. ഇത് കൂടാതെ തന്നെ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ വലിയൊരു ആരോപണം ഇവിടെ ഉയർന്നു വന്നു. ഈ ആരോപണത്തിന് എന്താ ഷിജു വർഗീസോ അങ്ങനെയാണ് ആ കക്ഷിയുടെ പേരെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് വലിയ കോടീശ്വരനാണ്, കോടികളുടെ കൈക്കൂലി നടന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിവാദമായ സംഭവമാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ എന്താണുള്ളത്, അങ്കമാലിയിൽ ഏതോ ഒരു കെട്ടിടത്തിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഷട്ടറിനകത്ത് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഇദ്ദേഹം കോടീശ്വരനാണ് എന്നുള്ള രീതിയിൽ വലിയ വലിയ ബിസിനസ് സമ്മിറ്റുകൾക്കൊക്കെ പോയി പങ്കെടുക്കുന്നു, കോട്ടിട്ട് പോയി പങ്കെടുക്കുന്നു. അതിനുശേഷം അവിടെ പദ്ധതികൾ കൊണ്ടുപോയി സമർപ്പിക്കുന്നു. ആ പദ്ധതി സർക്കാർ ഇവരുടെ ഒന്നും ഒരു ബാക്കപ്പ് ചെക്ക് ചെയ്യത്തില്ല. ഇവരുടെ എന്താണ് ബാക്ക്ഗ്രൗണ്ട് എന്ന കാര്യങ്ങളൊന്നും സർക്കാർ ചെക്ക് ചെയ്യുന്നില്ല. അതിനുശേഷം വലിയ വിവാദത്തിലേക്ക് പോകുന്നു. ആ മേഴ്സിക്കുട്ടിയമ്മ അവിടെ കുണ്ടറയിൽ തോറ്റുപോകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ ഷിജു വർഗീസ് എന്ന് പറയുന്ന വ്യവസായിയാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ചിട്ട് അയാളൊരു ബിഗ് സീറോ ആയിരുന്നു. വെറും ബിഗ് സീറോ എന്ന് വെച്ചാൽ വെറും ബിഗ് സീറോ. കാരണം അവിടെ 10,000 രൂപ റെന്റ് കൊടുക്കാനില്ലാതെ ആ കെട്ടിട ഉടമ അവിടെ നിന്ന് ഒഴിപ്പിച്ചു വിട്ട ഒരു വ്യക്തിയായിരുന്നു ഈ പറഞ്ഞ ഷിജു വർഗീസ് എന്നത്. അപ്പോൾ അയാളെ പോലുള്ള കോടീശ്വരന്മാർ ഇവിടെ അവതരിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ മറ്റു ചില ആളുകളെ പറഞ്ഞാൽ നിക്ഷേപകരെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു എനിക്ക് വളരെ നേരിട്ടറിയാവുന്ന ഒരു കാര്യമുണ്ട്. വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ഓർഫനേജ് ഉണ്ട് തൃശ്ശൂർ അടുത്തൊരു സ്ഥലത്ത്. വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. ഒരു നിക്ഷേപകൻ അവിടെ ചെന്നിട്ടെന്ന് പറഞ്ഞറിയാമോ, നിങ്ങൾ ഇതെല്ലാം പൊളിച്ചോളൂ, ഞാനിവിടെ നിങ്ങൾക്ക് പുതിയ 5 നില കെട്ടിടം പണിത് തരാം എന്ന് പറയുന്നത്. ഈ പാവം പിടിച്ച കന്യാസ്ത്രീകൾ എന്ന് കാണിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പൊളിക്കുന്നു. ഈ കെട്ടിടം പൊളിച്ചു കളഞ്ഞു. ഈ കെട്ടിടം പൊളിച്ചു കളഞ്ഞതിന് ശേഷം പിന്നീട് ഈ നിക്ഷേപകനെ വിളിക്കുമ്പോൾ പിന്നെ ഫോൺ എടുക്കത്തില്ല. ഇത് സിനിമയിലും വന്നിട്ടുണ്ട് ഇതേപോലത്തെ കുറേ സംഭവങ്ങൾ. അതായത് കുഞ്ചാക്കോ ബോബൻ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയ്ക്കകത്ത് ബാലചന്ദ്രമേനോൻ പോയിട്ട് അമ്പലം പൊളിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് നിക്ഷേപകർ അല്ലെങ്കിൽ വ്യാജ നിക്ഷേപകർ നമ്മുടെ രാജ്യത്തുണ്ട്. മറിച്ച് പ്രധാനപ്പെട്ട നിക്ഷേപകർ ആരാണ്? ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് KKR ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒരു മൾട്ടിനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പാണ് KKR എന്ന് പറയുന്നത്. അതുപോലെയുള്ള ഒരുപാട് ആളുകളുണ്ട്. പിന്നെ അദാനി, അംബാനി, ടാറ്റ, ജിന്ദാൾ, അങ്ങനത്തെ ഒരുപാട് കോർപ്പറേറ്റ് കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് തന്നെയുണ്ട്. അപ്പോൾ ഇവരിൽ ആരെങ്കിലും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ടെങ്കിൽ അവർ ആ പ്രോപ്പർ ചാനലിലേ വരത്തുള്ളൂ. ആ പ്രോപ്പർ ചാനലിൽ കൂടെ വരത്തുള്ളൂ. അതുകൂടാതെ തന്നെ അദാനിയെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് നടക്കുന്ന സമയത്ത് AKG സെൻറ്ററിൽ പോയി അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനെ കണ്ടത് ആരാണ്? ഈ ഗൗതം അദാനിയുടെ മകനാണ്. അവിടെ പോയി കണ്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അന്ന് VS അച്യുതാനന്ദനെ പോയി കണ്ടിട്ടുണ്ട്. ഇവരൊന്നും ഈ മുഖ്യമന്ത്രിമാരോ അന്നത്തെ പാർട്ടി സെക്രട്ടറിയോ അല്ല ആരും ഒരു ബിസിനസ്സുകാരനെ കാണാൻ വേണ്ടിയിട്ട് അവരിയ്ക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടില്ല. അത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് ഓർക്കണം. അങ്ങ് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്, നമ്മുടെ എല്ലാം മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആ മുഖ്യമന്ത്രി ആരെ കാണാൻ പോയി എന്നുള്ളതിനെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം കേരളത്തിലെ ഓരോ മനുഷ്യർക്കുമുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഏതെങ്കിലും നിക്ഷേപ കോടീശ്വരനെ കാണാൻ വേണ്ടിയിട്ട് പോയി നാണം കെടുന്ന ഒരു മുഖ്യമന്ത്രി ആവരുതങ്ങ്. ഒരുപാട് ആളുകൾ കോട്ടിട്ട് നിക്ഷേപകരുടെ വേഷം നടിച്ച് ഈ നാട്ടിൽ കൂടെ നടക്കുന്നുണ്ട്. അവരൊക്കെ വിചാരിച്ചാൽ ഒരു 10 രൂപയുടെ പോലും നിക്ഷേപം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കത്തില്ല. ഈ നിക്ഷേപകൻ വന്നത് ഏത് പദ്ധതിയുമായിട്ടായിരുന്നു? കേരളത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്ന, കേരളത്തിന് നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട 2 പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മിഷൻ സമുദ്രയാണ്. അതായത് തീരദേശവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉള്ള പദ്ധതികളാണ്. ആ പദ്ധതികൾ എന്താണ് എന്ന് കേരളത്തിലെ പൊതുജനം അറിയണ്ടേ? അതിൻ്റെ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ വെക്കേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കില്ലേ? അതല്ലേ ചെയ്യേണ്ടത്? ഞാൻ മിഷൻ സമുദ്രവുമായി ബന്ധപ്പെട്ടിട്ട് നിക്ഷേപകരെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത് എന്ന് മുഖ്യമന്ത്രി ആർജവത്തോടു കൂടി പറഞ്ഞോട്ടെന്നേ, പ്രശ്നമില്ല. അതല്ല, മറിച്ച് സോളാർ കേരളത്തിലെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സായി മാറാൻ പോകുന്ന ഒരു പദ്ധതിയാണ് സോളാർ പ്ലാന്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സോളാർ പ്ലാന്റേഷൻസിൻ്റെ ഏതെങ്കിലും നിക്ഷേപകരെ കാണാൻ വേണ്ടിയിട്ടാണ് പോയതെന്ന് പറഞ്ഞോളൂ. അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എഡ്യൂക്കേഷണൽ ഇൻവെസ്റ്റേഴ്സാണ് വരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരെക്കുറിച്ച് പറഞ്ഞോളൂ. അല്ലെങ്കിൽ ടൂറിസം മേഖലയിലേക്ക് വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു ഇൻവെസ്റ്ററെയാണ് മുഖ്യമന്ത്രി കാണാൻ പോയിട്ടുള്ളത് എങ്കിൽ ആ ഇൻവെസ്റ്ററെ കുറിച്ച് പറഞ്ഞോളൂ. കേരളം അത് അറിയട്ടെന്ന്. അതല്ല, മറിച്ച് ഇനി വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിക്ഷേപം, നമ്മൾ ആരും കാണാത്ത IT നിക്ഷേപം ആയിക്കൊള്ളട്ടെ, നമ്മളറിയാത്ത കമ്പനി ഉണ്ടോ ലോകത്ത്? നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡാറ്റ കിട്ടാത്ത ഏത് കമ്പനിയാണ് ഇവിടെ ഉള്ളത്? മോഹൻലാൽ ലൂസിഫറിൻ്റെ അത് പറയുന്ന പോലെ ഫാർമസ്യൂട്ടിക്കൽ പോലെ എന്തോ ഒരു കമ്പനിയാണ് എന്ന് ആര് പറയുന്നു? സായികുമാർ പറയുന്നു. അപ്പോൾ ഡ്രഗ്സ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികളെ നമുക്കിവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? അങ്ങനെയുള്ള നിക്ഷേപകരെ കേരളത്തിൽ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ? പറ്റത്തില്ലല്ലോ. ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും എതിർക്കത്തില്ലേ? അപ്പം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിട്ട് മുഖ്യമന്ത്രി കാണാൻ പോകുന്ന നിക്ഷേപകരാരാണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്കപ്പ്, ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ആരെയാണ് താൻ കാണാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു സാമാന്യ ബോധ്യം മുഖ്യമന്ത്രിക്ക് ഉണ്ടാവണം. അതല്ല എങ്കിൽ മുഖ്യമന്ത്രി വരും ദിവസങ്ങളിലൊക്കെ ചെന്ന് പെടാൻ പോകുന്ന വിവാദങ്ങൾ നമുക്ക് ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്താണ്. ഈ മുഖ്യമന്ത്രി ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഹോട്ടലിൽ ഡിന്നറിന് കാണുന്നു. ആ ഹോട്ടലിൽ മുഖ്യമന്ത്രിയും ഈ നിക്ഷേപകനും മാത്രമായിരിക്കില്ലല്ലോ. ഇദ്ദേഹം ചെന്നിറങ്ങുന്നതോ പോകുന്നതോ ഒക്കെ ആരെങ്കിലും മൊബൈൽ എടുത്തിട്ട് കഴിഞ്ഞാൽ ഈ വന്ന് മുമ്പിലിരിക്കുന്നയാൾ ഒരു കൊടും ക്രിമിനലാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു വലിയ സാമ്പത്തിക കുറ്റവാളിയാണെന്ന് കരുതുക. എന്ത് ചെയ്യും ഇദ്ദേഹം? വലിയ വിവാദങ്ങളിൽ പോയി പെടത്തില്ലേ?
ഇനി വീണ്ടും ഒരു ഷിജു വർഗീസിനെ പോലുള്ള ഒരു നിക്ഷേപകൻ, അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ആ സംവിധായകന് മുമ്പിൽ വന്ന വ്യാജ നിക്ഷേപകനെ പോലുള്ള ആളുകളുടെയൊക്കെ മുമ്പിൽ പോയി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഇരുന്നു എന്ന് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നാണക്കേട് ആർക്കൊക്കെയാണ്? കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അല്ലേ? അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങിപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രി വി ഡി സതീശനാണ് അങ്ങ്. അപ്പോൾ അങ്ങ് തീർച്ചയായിട്ടും കേരളത്തിൽ ഓഡിറ്റ് ചെയ്യപ്പെടും. അങ്ങയുടെ യാത്രകളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. അങ്ങയുടെ സ്വകാര്യ യാത്രകളിലേക്കൊന്നും ഒരാളും കടന്നു വരത്തില്ല. പക്ഷേ സംസ്ഥാനത്തേക്ക് ഒരു നിക്ഷേപകൻ വരുമ്പോൾ അയാളെ കാണാൻ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ നിക്ഷേപകൻ ആരാണ് എന്നറിയാനുള്ള അവകാശം കേരളത്തിലെ പൊതുജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ പക്ഷം.